ഹായ് എവ്രി വൺ. എച്ച് എസ് എയുടെ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൊഡ്യൂൾ 8 എന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിൽ നിന്നും, അതായത് മൊഡ്യൂൾ 8നെ പറ്റി പറയുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയാണ് നിങ്ങളുടെ മേജർ പോർഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പോളിമർ കാണാൻ പറ്റും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ബയോ മോളിക്യൂൾസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ 50 ക്വസ്റ്റ്യൻസിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്താണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമെടുത്തത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഫിസിക്സുകാരും കൂടെ കാണുന്നത് കൊണ്ട് വളരെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിക്കാർക്ക് ഇതൊക്കെ വളരെ എളുപ്പമല്ലേ എന്ന് തോന്നും, എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 8ലെ ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളൊരു റിവിഷൻ സീരീസ് പോലെ ഇതിനെ യൂസ് ചെയ്താൽ മതി. എല്ലാ ടോപ്പിക്കിൽ നിന്നും, ഇൻഡിവിജ്വൽ ടോപ്പിക്കിൽ നിന്നും ഞാൻ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഡയാസ്റ്റീരിയോമസ് ആയിക്കോട്ടെ, കൈറാലിറ്റി ആയിക്കോട്ടെ, ഇനാൻഷ്യൂമർ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എച്ച് എസ് എയുടെ പ്രിപ്പറേഷനിൽ കെമിസ്ട്രിയിൽ നിങ്ങൾ വീക്ക് ആണെങ്കിൽ നമ്മൾ കെമിസ്ട്രിയും പാർട്ട് എയും കവർ ചെയ്തുകൊണ്ട് ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഫിസിക്സ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, കംപ്ലീറ്റ് പ്രീ റെക്കോർഡഡ് ലെക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. എല്ലാം തന്നെ ഷെഡ്യൂൾ വൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൃത്യമായിട്ട് നിങ്ങളോട് പറയും വീക്ക്ലി ഇന്നത് പഠിക്കണം, അതിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാർബൺ അതിൻ്റെ വലിയ സംയുക്തങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് നേടുന്നത് ഏത് സ്വഭാവത്തിലൂടെ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം അല്ലേ, സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് കാർബൺ എന്താണ്? കാറ്റിനേഷൻ. യെസ്, കാർബണിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണ് അല്ലേ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, വിച്ച് ഇസ് കാറ്റിനേഷൻ. ഓക്കെ, ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ ഐസോമറിനും വ്യത്യസ്ത സ്പേഷ്യൽ അറേഞ്ച്മെന്റ് കാണിക്കുന്ന ഐസോമറിസം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യെസ്, സ്റ്റീരിയോ ഐസോമറിസം ആണ് അല്ലേ. സ്റ്റീരിയോ ഐസോമറിസത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, ജിയോമെട്രിക്കൽ ഐസോമറിസം ആയിട്ടും അതേപോലെ ഒപ്റ്റിക്കൽ ഐസോമറിസം ആയിട്ടും അല്ലേ. ജിയോമെട്രിക്കൽ ഐസോമറിസത്തിന് പിന്നീട് നമ്മൾ യെസ് സിസ് ട്രാൻസ് എന്നൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതേപോലെ ഇവിടെ എന്താണ് DL എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൈറാലിറ്റി കാണിക്കുന്ന കാർബൺ ആറ്റത്തിന്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? യെസ്, 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? യെസ്, കൈറാലിറ്റി ഷോ ചെയ്യും, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഓപ്ഷൻ ബി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇനാൻഷ്യോമേഴ്സ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഇനാൻഷ്യോമേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ബിക്കോസ് ദേ ഹാവ് ഐഡൻറ്റിക്കൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. യെസ്, ഇവിടെ ഡിഫറൻസ് വരുന്നത് ഒരൊറ്റ കാര്യത്തിന് മാത്രമാണ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റൊട്ടേഷൻ ആണ് അല്ലേ. ഒരാൾ ലെറ്റ്സ് സേ AB എന്ന് പറയുന്ന 2 ഇനാൻഷ്യൂമർ ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ ഒരാൾ റൈറ്റ് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റേയാൾ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇവർ തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ പോളറൈസ് ലൈറ്റിൻ്റെ റൊട്ടേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ സി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ബെയേഴ്സ് സ്ട്രെയിൻ തിയറിയുമായി ഏത് സംയുക്തങ്ങളാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ബെയേഴ്സ് സ്ട്രെയിൻ തിയറിയുമായിട്ട് ഒരു ലെക്ചർ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. സൈക്ലോ ആൽക്കെയിൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സ്റ്റെബിലിറ്റി ഓഫ് എ റിംഗ് ഡിപ്പെൻഡ് ഓൺ ഹൗ മച്ച് ദി ബോണ്ട് ആംഗിൾ ഡീവിയേറ്റ് ഫ്രം ദി ഐഡിയൽ ബോണ്ട് ആംഗിൾ ഓഫ് 109.5 ഡിഗ്രി. ഓക്കെ, ആ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ബെയേഴ്സ് സ്ട്രെയിൻ തിയറി. ഇതൊക്കെ കുട്ടികൾ ഒഴിവാക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ നിങ്ങളുടെ റാങ്ക് മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക ബെയേഴ്സ് സ്ട്രെയിൻ തിയറി. നെക്സ്റ്റ് വൺ, റെസൊല്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള സംയുക്തങ്ങളെ വേർതിരിക്കാനാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, റെസൊല്യൂഷൻ ആരെ വേർതിരിക്കാനാണ്? നോക്കിക്കോളെ. യെസ്, റെസിമിക് മിക്സ്ചേഴ്സിനെ. യെസ്, റെസിമിക് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് റെസൊല്യൂഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റെസൊല്യൂഷൻ പല ടൈപ്പിലുണ്ട്. ഇവിടെ എന്താണ്? കെമിക്കൽ റെസൊല്യൂഷൻ മെത്തേഡാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ചോദ്യം.
ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റെസൊല്യൂഷൻ്റെ ഐഡിയ ജസ്റ്റ് പറയുകയാണെങ്കിൽ ബേസിക്കലി റെസിമിക് മിക്സ്ചേഴ്സ് അല്ലേ, ഇക്വിമോളാർ കോൺസെൻട്രേഷൻ ഓഫ് വോട്ട് ഇനാൻഷ്യൂമസ്, ഇക്വിമോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഇനാൻഷ്യൂമസ്, അതായത് എ ബി എന്ന് പറയുന്ന ഇനാൻഷ്യൂമസ് ഇക്വിമോളാർ കോൺസെൻട്രേഷനിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും ഒപ്റ്റിക്കലി ഇവരെന്തായിരിക്കും? ഇനാക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ്? ഒരാൾ വലത്തോട്ട് തിരിക്കുമ്പോൾ PPLനെ വലത്തോട്ട് തിരിക്കുമ്പോൾ മറ്റേയാൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഇനാൻഷ്യൂമേഴ്സ് ആക്കുന്നു. എ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഇനാൻഷ്യൂമേഴ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഇതിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? സിംപ്ലി നമ്മൾ റെസല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്താവും? ഇൻഡിവിജ്വലി ഇവരെന്തായിരിക്കും? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഒപ്റ്റിക്കലി ആക്റ്റീവ്, ഇതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? കെമിക്കൽ റെസൊല്യൂഷൻ ആണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും? യെസ്, ബി റെസിമിക് മിക്സ്ചേഴ്സ്. ഇനി 7th ക്വസ്റ്റ്യൻ, ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്നത് പ്രധാനമായും ഏത് ഘടകത്തിൻ്റെ ഫലമാണ്? മലയാളം ടൈപ്പിങ്ങിൽ ചെറിയ മിസ്റ്റേക്സ് വരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. എനിക്ക് അത്രത്തോളം എഫിഷ്യൻസി ഇല്ലാത്തൊരു കാര്യമാണ് ഈ മലയാളം ടൈപ്പിംഗ്. ഓക്കെ, എന്തായിരിക്കും ഇൻഡക്റ്റീവ് എഫക്റ്റ്? ബേസിക്കലി എന്തായിരിക്കും? ഇലക്ട്രോൺ വിഡ്രോവൽ ഓർ റിലീസിങ് ത്രൂ വോട്ട്? സിഗ്മ ബോണ്ട് അല്ലേ, പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ടാണ്. കാര്യങ്ങൾ മനസ്സിലാക്കണം. പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. പ്ലസ് ഐ എഫക്റ്റും അതേപോലെ മൈനസ് ഐ എഫക്റ്റും നമുക്കറിയാവുന്ന കാര്യമാണ്. പ്ലസ് ഐ എഫക്റ്റ് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ. ഇവിടെയാകുമ്പോൾ NO2 ഹാലജൻ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? യെസ്, മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ്സ് ആണ്. നെക്സ്റ്റ് വൺ, NO2 ഗ്രൂപ്പ് ബെൻസീനിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഏത് രീതിയിലാണ് കാണിക്കുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ. യെസ്, അപ്പോൾ ശ്രദ്ധിക്കണേ, ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ആറും മൈനസ് ആറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ NO2 ഗ്രൂപ്പ് എന്തും കാണിക്കും. ഇതാ, ഇവിടെ കാർബണും ഉണ്ട് നൈട്രജനും ഉണ്ട്. ബേസിക്കലി ആരാണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ്? യെസ്, നൈട്രജൻ ആണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ്. അതായത് ഇവർ ഇവിടെ നിന്ന് ഈ സിഗ്മ ബോണ്ടിലൂടെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുൾ ചെയ്യും. വിച്ച് മീൻസ് ഇവരെന്തായിരിക്കും? മൈനസ് ഐ എഫക്റ്റ് ഇവർ ഷോ ചെയ്യും. ഓക്കെ, അഗെയിൻ ഇവരെന്ത് എഫക്റ്റും കൂടെ കാണിക്കും? യെസ്, മൈനസ് ആർ എഫക്റ്റും കൂടെ ഇവർ കാണിക്കും. പക്ഷേ ഓപ്ഷൻ എന്തായിരിക്കും? ഇവിടെ സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ട്, ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൈനസ് ആർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓപ്ഷൻ എന്തായിരിക്കും? മൈനസ് ഐ. നെക്സ്റ്റ് വൺ, മീസോമറിക് എഫക്റ്റ് ഏറ്റവും സാധാരണമായി കാണുന്നത് എവിടെയാണ് എന്നാണ്. എന്താണ് മീസോമറിക് എഫക്റ്റ്? ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ പ്ലസ് എമ്മും മൈനസ് എമ്മും ഒക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. ഫിനോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദാ ബെൻസീൻ വിത്ത് OH, ഇവിടെ എന്തായിരിക്കും? ദാ ഇവിടെ യെസ്, ഇങ്ങനെ നമുക്ക് റെസണേറ്റിംഗ് സ്ട്രക്ചർ. മുഴുവൻ സ്ട്രക്ചേഴ്സ് ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യമേ ഇവിടെ അറിയേണ്ടതുള്ളൂ. ഇവിടെ എന്ത് വേണം? യെസ്, കോൺജുഗേഷൻ വേണം. കോമ്പൗണ്ടിൽ എന്ത് വേണം? യെസ്, മീസോമറിക് എഫക്റ്റ് കാണിക്കണമെങ്കിൽ കോൺജുഗേഷൻ വേണം. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ കോമ്പൗണ്ട്സ് വിത്ത് കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ആയിരിക്കണം അല്ലേ. ഇമ്പോർട്ടൻ്റ് ആണ്, കോൺജുഗേഷൻസ് വേണം. ചെയിൻ അല്ല, ഓപ്പൺ ചെയിൻ അല്ല, സാച്ചുറേറ്റഡും അല്ല. ഓൾറൈറ്റ്, ഓപ്ഷൻ സി. നൗ നെക്സ്റ്റ് വൺ, ഹൈപ്പർ കോൺജുഗേഷൻ എന്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുന്ന സിസ്റ്റംസ് ഏതൊക്കെയാണ്? യെസ്, ഫ്രീ റാഡിക്കൽ കാണിക്കും. ആലോചിക്കണേ, ഫ്രീ റാഡിക്കൽ, അതേപോലെ കാർബോ കാറ്റയോൺ ആൻഡ് ഫൈനലി വോട്ട് ആൽക്കീൻസും കാണിക്കും. ഓക്കെ, ഇത്രയും സിസ്റ്റംസ് എന്ത് ചെയ്യും? ഹൈപ്പർ കോൺജുഗേഷൻ എക്സിബിറ്റ് ചെയ്യും. ഇനി ഹൈപ്പർ കോൺജുഗേഷൻ്റെ കാര്യം എന്താണ്? ഇവിടെ സിംപ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു കാർബോ കാറ്റയോണിൻ്റെ കേസൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലേ. യെസ്, ഇവിടെ എന്തായിരിക്കും? ഇതാ ഈ ഹൈഡ്രജൻ്റെ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരും അല്ലേ. ഈ CH ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എടാ സിഗ്മ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ആണ് അല്ലേ. ഈ സിഗ്മ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഡീലോക്കലൈസ് ചെയ്യപ്പെടുകയാണ്. യെസ്, അപ്പോൾ വിൽ ബി ഗെറ്റിംഗ് വോട്ട്? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H+. സോ ബേസിക്കലി ഇവിടെ നടക്കുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഈ സിഗ്മ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഡീലോക്കലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആൽഫ ഹൈഡ്രജൻ, യെസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ആൽഫ ഹൈഡ്രജൻസ് ഇൻക്രീസ് ചെയ്യുന്തോറും ഹൈപ്പർ കോൺജുഗേഷൻ എന്ത് ചെയ്യുന്നു? മോളിക്യൂളിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നു.
ഹൈപ്പർ കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, 11th വൺ, ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണുന്നത് എവിടെയാണ്? ഇലക്ട്രോമെറിക് എഫക്റ്റ് കോമ്പൗണ്ട് വിത്ത് മൾട്ടിപ്പിൾ ബോണ്ട്, ആൽക്കീൻസിലും ആൽക്കൈൻസിലും ഒക്കെയാണ് ആര് കാണുന്നത്? യെസ്, ആൽക്കൈൻസിലും ഇലക്ട്രോമെറിക് എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ടു ഇൻ പ്രസൻസ് ഓഫ് വോട്ട്? ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. ആൻഡ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. ടെമ്പററി എഫക്റ്റ് ആണ്. യെസ്. ഇനി SN1 മെക്കാനിസത്തിൻ്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എപ്പോഴും ചോദിക്കുന്നതാണ്. നോക്കിക്കോളെ, SN1 SN2ൻ്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് SN1 SN2 സോൾവ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ദാ ഇവിടെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? യെസ്, ലീവിങ് ഗ്രൂപ്പ് പോവുകയാണ് അല്ലേ? യെസ്, ലീവിങ് ഗ്രൂപ്പ് ഡിപ്പാർച്ചർ. സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കാർബോകാറ്റയോണിൻ്റെ ഫോർമേഷൻ. ഓക്കെ, കാർബോകാറ്റയോൺ ഫോർമേഷൻ. ഇതാണ് SN1ൻ്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, എന്തായാലും കണ്ടു നോക്കുക. നെക്സ്റ്റ് വൺ, SN2 മെക്കാനിസം ബാക്ക് സൈഡ് അറ്റാക്ക് ചെയ്യാൻ ന്യൂക്ലിയോഫൈലിന് തടസ്സമാകുന്ന പ്രധാന ഘടകം ഏതാണ്? നമുക്കറിയാം അല്ലേ, SN2ൽ എപ്പോഴും ഇൻവേർഷൻ പ്രൊഡക്റ്റ് മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. റിട്ടൻഷൻ പ്രൊഡക്റ്റ് ഫോം ചെയ്യോ? ഇല്ല. SN2ൽ റിട്ടൻഷൻ ഒരിക്കലും ഫോം ചെയ്യത്തില്ല. കാരണം എന്താണ്? യെസ്, ബിക്കോസ് ഓഫ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ് അല്ലേ? യെസ്, അതുകൊണ്ടാണ് SN2ൻ്റെ ഓർഡർ നമ്മൾ പറയുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേഴ്സറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, E2 മെക്കാനിസത്തിൽ ആവശ്യമായത് എന്താണ് എന്നുള്ളതാണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ കാണാൻ പറ്റും. നമുക്ക് എന്താ വേണ്ടത്? ആൽക്കഹോളിക് KOH, അതായത് ഒരു സ്ട്രോങ് ബേസ് ആണ് E2 മെക്കാനിസത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. ആൻഡ് വോട്ട് ടെമ്പറേച്ചർ ആസ് വെൽ. സ്ട്രോങ് ബേസും ടെമ്പറേച്ചറും E2 മെക്കാനിസത്തിനെ ഫേവർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15, വിച്ച് ഇസ് ദ ബെസ്റ്റ് കണ്ടീഷൻ ടു ഫേവർ E2 ഓവർ SN2? ഓഫ് കോഴ്സ്, ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ എന്തായിരിക്കും? യെസ്, E2 ഫേവർ ചെയ്യും റാദർ ദാൻ വോട്ട്? SN2. ഓക്കെ, ലോ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും ഇവിടെ? SN2 ആയിരിക്കും. ലോ ടെമ്പറേച്ചറിൽ SN2. ഇനി എന്താണ്? യെസ്, E2ൽ യെസ് വി നീഡ് വോട്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്ട്രോങ് ബൾക്കി ബേസ്. സ്ട്രോങ് ബൾക്കി ബേസും നമുക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളിക് KOH അല്ലേ? അപ്പോൾ ടേഴ്സറി എന്നൊക്കെ കേൾക്കുമ്പം തന്നെ നമുക്കറിയാം അല്ലേ? യെസ്, ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ് ആൽക്കഹോളിക് KOH. അപ്പോൾ ആൽക്കഹോളിക് KOH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് വിൽ ബി വോട്ട്? എലിമിനേഷൻ അല്ലേ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ SN1 SN2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എലിമിനേഷനിൽ ഇവർ E1 ആണോ E2 ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടേഴ്സറി ആൽക്കൈൽ ഹാലൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇൻ്റർമീഡിയറ്റ് എന്തായിരിക്കും? യെസ്, കാർബോകാറ്റയോൺ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? E1 ആയിരിക്കും അല്ലേ? യെസ്, ദ ആൻസർ ഈസ് E1. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എലിമിനേഷൻ്റെ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17, മാർക്കോനിക്കോഫ് റൂൾ അനുസരിച്ച് HX ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ആറ്റം ഏത് കാർബണിലേക്കാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കോനിക്കോഫിൻ്റെ ജസ്റ്റ് നോക്കിക്കോളൂ, CH3 CH ഡബിൾ ബോണ്ട് CH2 ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, HX. അപ്പോൾ ഹൈഡ്രജൻ ഏത് കാർബൺ ആറ്റത്തിലേക്ക് പോകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെ 1 2 എന്ന് എഴുതുകയാണെങ്കിൽ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലേ? 1ലായിരിക്കും ആഡ് ചെയ്യുക. ഹൈഡ്രജൻ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദാറ്റ് കാർബൺ ആറ്റം വിച്ച് ഹാസ് വോട്ട്? വിച്ച് ഹാസ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം അല്ലേ? മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. സ്വാഭാവികമല്ലേ? യെസ്, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ലെസ് ആയിരിക്കും. ഓക്കെ,
അപ്പം ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഇവിടെ നമുക്ക് CH3 CH3 എന്ന് വരും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? യെസ്, കുറച്ച് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉള്ള കാർബൺ. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 18. ആൻറ്റി മാർക്കോണിക് ഓഫ് അഡിഷൻ സാധാരണയായി ഉണ്ടാകുന്നത് എന്തിൻ്റെ സാന്നിധ്യത്തിലാണ്? എന്തിനാണ്? യെസ്, പെറോക്സൈഡ് ആണ് അല്ലേ? ബെൻസോയിൽ പെറോക്സൈഡ് അതേപോലെ H2O2 ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വോട്ട് ആൻറ്റി മാർക്കോണിക് ഓഫ് അഡിഷൻ. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കണം, ആൻറ്റി മാർക്കോണിക് ഓഫ് അഡിഷൻ ആർക്ക് മാത്രമാണ്? HBrന് മാത്രമാണ്. നോട്ട് ഫോർ HCl, നോട്ട് ഫോർ HI. ഓക്കെ, ഈവൺ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, HIയും HClലും എപ്പോഴും എന്ത് തന്നെയാണ് കാണിക്കുക? യെസ്, മാർക്കോണിക് ഓഫ് അഡിഷൻ തന്നെയാണ് കാണിക്കുക. ആലോചിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, എലിമിനേഷൻ റിയാക്ഷനിൽ സെയ്ഡ്സഫ് റൂൾ അനുസരിച്ച് ഏത് ഉൽപ്പന്നം പ്രധാനമായിട്ട് ഉണ്ടാകുന്നു? സെയ്ഡ്സഫ് റൂൾ എന്താ പറയുന്നത്? യെസ്, ആൽക്കീനിൽ യെസ് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദി മേജർ പ്രൊഡക്റ്റ് അല്ലേ? മേജർ പ്രൊഡക്റ്റ് എന്താണ്? യെസ്, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് വൺ, റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് റീഓർഗനൈസ് ആകുന്ന ഒരു ഉദാഹരണം ഏതാണ്? ഇതും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിനക്കോളോൺ റീഅറേഞ്ച്മെന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ, ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. ഇതും ചോദിക്കാം. പിനക്കോളോൺ റീഅറേഞ്ച്മെന്റ് എന്താണ്? ഏത് മീഡിയത്തിലാണ്? മീഡിയം എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും. ഓക്കെ, H2SO4 ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പോസിറ്റീവ് ചാർജ്. ഇവിടെ മൈഗ്രേറ്ററി ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം എലിമിനേഷൻ ആണ്. ഇനി ഏത് എലിമിനേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ? E1 ആണോ E2 ആണോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യെസ്, കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് കാണാൻ പറ്റും. വിച്ച് മീൻസ് ഇതെന്തായിരിക്കും? E1 എലിമിനേഷൻ ആയിരിക്കും. E1 എലിമിനേഷൻ. നെക്സ്റ്റ് വൺ, ടേഴ്ഷറി ആൽക്കഹോൾസ് ലൂക്കാസ് റിയേജന്റ്. എന്താണ് ലൂക്കാസ് റിയേജന്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ലൂക്കാസ് റിയേജന്റ് കോൺസെൻട്രേറ്റഡ് HClഉം അതേപോലെ ZnCl2 ചേർത്താൽ ഉടൻ ക്ലൗഡി ആകുന്നു. കാരണം എന്താ? യെസ്, നോക്കിക്കോളൂ, ടേഴ്ഷറി ആൽക്കഹോൾ സിംപ്ലി ഞാൻ വരയ്ക്കുകയാണ്. ടേഴ്ഷറി ആൽക്കഹോൾ ഞാൻ എടുക്കുകയാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? യെസ്, കാർബോകാറ്റയോണിൻ്റെ ഫോർമേഷൻ ഉണ്ടാകും അല്ലേ? അങ്ങനെയാണ് നമ്മുടെ യെസ് ആൽക്കൈൽ ഹാലൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യെസ്, കാർബോകാറ്റയോണിൻ്റെ ഫോർമേഷൻ, റാപ്പിഡ് കാർബോകാറ്റയോൺ ഫോർമേഷൻ. എങ്ങനെയാണ് ക്ലൗഡി ആകുന്നത്? യെസ്, ക്ലൗഡി ആകുന്നത് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കും, അതിനുശേഷം ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. അപ്പോഴാണ് ക്ലൗഡി ആകുന്നത്. സോ മെക്കാനിസം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? അപ്പോൾ എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ സെഷൻ വല്ലാതെ ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി SN2 മെക്കാനിസത്തിൽ കൃത്യമായ സ്റ്റീരിയോ ഔട്ട്കം എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇൻവേർഷൻ ആണ്. യെസ്, ഇൻവേർഷൻ അല്ലേ? ഇനി SN1 ആണെങ്കിലോ? യെസ്, റിട്ടൻഷനും ഉണ്ടാകും, അതേപോലെ ഇൻവേർഷനും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? SN2ൽ യെസ്, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. 24, ആൽഡിഹൈഡ് ഗ്രൂപ്പ് എപ്പോഴും ചെയിനിലെ ഏത് സ്ഥാനത്തായിരിക്കും? ആൽഡിഹൈഡ് ഗ്രൂപ്പ് എപ്പോഴും എന്തായിരിക്കും? ടെർമിനൽ പൊസിഷനിലായിരിക്കും അല്ലേ? നിങ്ങൾ എങ്ങനെ കോമ്പൗണ്ട് എഴുതുകയാണെങ്കിലും ദാറ്റ് വിൽ ബി വോട്ട്? യെസ്, ടെർമിനൽ പൊസിഷനിലായിരിക്കും. 25, പ്രൊപ്പനാലും പ്രൊപ്പനോണും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പ്രൊപ്പനാൽ എന്താണ്? CH3 CH2 CHO അല്ലേ? ഇനി പ്രൊപ്പനോൺ അല്ലെങ്കിൽ ദ വെരി ഫേമസ് അസറ്റോൺ എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ് അല്ലേ? ഇവിടെ എന്താണ്? ആൽഡിഹൈഡ് ആണ്, ഇവിടെ എന്താണ്? കീറ്റോൺ ആണ്. യെസ്, ഓപ്ഷൻ ബി. 26, താഴെ പറയുന്ന കോമ്പൗണ്ടുകളിൽ ഏതാണ് അയഡിനും ആൽക്കലിയും ചേർന്നപ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ലഭിക്കുക? യെസ്, അയഡിൻ ആൻഡ് വോട്ട് NaOH. അപ്പോൾ എന്ത് കിട്ടും? സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് കിട്ടും അല്ലേ? ആൻഡ് വാട്ട് ഇസ് ദിസ് റിയാക്ഷൻ? പെർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കോൾഡ് അയഡോഫോം റിയാക്ഷൻ. നിങ്ങൾക്ക് അറിയണം അയഡോഫോം റിയാക്ഷനെ പറ്റിയിട്ട് അല്ലേ?
ഹൈഡ്രോഫോം റിയാക്ഷനിൽ എന്തായിരിക്കും? യെല്ലോ precipitate നമുക്ക് കിട്ടും. ആൻഡ് ആരാണ് ഹൈഡ്രോഫോം റിയാക്ഷൻ കാണിക്കുക? യെസ്, മീത്തൈൽ കീറ്റോൺസ് ആണ് അല്ലേ. ഹൈഡ്രോഫോം റിയാക്ഷൻ ഈസ് ഷോൺ ബൈ ആര്? മീത്തൈൽ കീറ്റോൺസ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എന്ത് വരും? 2 ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ. എന്തുകൊണ്ടാ? നോക്കിയേ, 2 ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ യെസ്, ദിസ് ഇസ് ആക്ച്വലി 2 ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യെസ്, ഇങ്ങനെ കിട്ടും. എൻ സി ആർ ടിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് വോട്ട്? മീത്തൈൽ കീറ്റോൺ. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? യെല്ലോ precipitate കിട്ടും. ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ശരിയായ ക്രമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. അസിഡിക് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. എത്രത്തോളം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടോ അത്രത്തോളം അസിഡിക് സ്ട്രെങ്ത് എന്താവും? ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇവിടെ നോക്കി നിങ്ങൾ, എല്ലാം CL ആണല്ലേ. ഇവിടെ എത്രയുണ്ട്? 3 CL ഉണ്ട്. ഇവിടെ 2, ഇവിടെ 1, ഇവിടെ CH3. CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണല്ലേ. യെസ്, അപ്പോൾ എന്തായിരിക്കും? ഇതാ ഇവിടെ 3 CL ഉണ്ട്. 3 CL ഉണ്ടെങ്കിൽ എന്തായിരിക്കും? യെസ്, നല്ല രീതിയിൽ ഇവരെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. ഇവരുടെ അസിഡിക് സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ CCl3COOH എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ വോട്ട്? Cl2CHCOH. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആസിഡ് ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് വോട്ട്? H2PDBaSO4. ദ വെരി ഫേമസ് റോസൻമണ്ട് റിഡക്ഷൻ അല്ലേ. റോസൻമണ്ട് റിഡക്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടുക? യെസ്, ആസിഡ് ക്ലോറൈഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബെൻസാൽഡിഹൈഡ് നമുക്ക് കിട്ടും. ഓപ്ഷൻ എ. വളരെ ഫേമസ് ആയിട്ടുള്ള റോസൻമണ്ട് റിഡക്ഷൻ. നെയിംഡ് റിയാക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. എറ്റാഡ് റിയാക്ഷൻ, സ്റ്റീഫൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. ഒക്കെ നിങ്ങൾ പഠിക്കുക. 29. ബെൻസാൽഡിഹൈഡും അസറ്റോഫിനോണും ഡൈല്യൂട്ട് NaOH. ഡൈല്യൂട്ട് NaOH എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇതെന്താണ്? ആൾഡോൾ കണ്ടൻസേഷൻ ആണ്. ആൾഡോൾ കണ്ടൻസേഷൻ. അതേസമയം കോൺസെൻട്രേറ്റഡ് NaOH ആണ് പറയുന്നതെങ്കിൽ കോൺസെൻട്രേറ്റഡ് NaOH എന്താണ്? യെസ്, ദാറ്റ് ഈസ് കാനിസാറൂസ് റിയാക്ഷൻ. കാനിസാറൂസ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ആൾഡോൾ, സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ ആണോ അല്ലെങ്കിൽ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആണോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സിമ്പിൾ ആണല്ലേ. ബെൻസാൽഡിഹൈഡും ഉണ്ട്. യെസ്, നമുക്ക് ബെൻസാൽഡിഹൈഡും ഉണ്ട്. അതേപോലെ അസറ്റോഫിനോണും ഉണ്ട് അല്ലേ. യെസ്, അസറ്റോഫിനോൺ. ഓക്കെ, അസറ്റോഫിനോൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബെൻസാൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല അല്ലേ. പക്ഷേ ഇവിടെ എന്തുണ്ട്? യെസ്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് ഇവർ ആൽഡോൾ കണ്ടൻസേഷൻ കാണിക്കും. ആൻഡ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡൈല്യൂട്ട് NaOH ആണെങ്കിൽ ആൾഡോൾ കണ്ടൻസേഷൻ ആയിരിക്കും. 2 ഡിഫറെൻറ്റ് റിയാക്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ ആയിരിക്കും. 29C. ക്വസ്റ്റ്യൻ നമ്പർ 30. കാർബോക്സിലിക് ആസിഡിൻ്റെ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണമായ ഘടകം ഏതാണ്? ഓഫ് കോഴ്സ് നമുക്കറിയാം അല്ലേ. കോൺജുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലിറ്റി. ലെറ്റ്സ് സേ CH3COH എടുക്കുക. ഇതാ, ഇതെന്ത് ചെയ്യുന്നു? CH3 വി വിൽ ഗെറ്റ് വോട്ട്? യെസ്, CH3CO -+H+. ഇതെന്താണ്? H+ റിമൂവ് ചെയ്യപ്പെട്ട കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? യെസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ ഇവരെന്താണ്? യെസ്, റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവരെന്താവുന്നത്? അസിഡിക് ആവുന്നത്. അപ്പോൾ എന്തായിരിക്കും? റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് കോൺജുഗേറ്റ് ബേസ്. നെക്സ്റ്റ് വൺ, എത്തനോയിക് ആസിഡ് പ്ലസ് എത്തനോൾ അല്ലേ. കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ഇൻ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം എന്തായിരിക്കും? പ്രൊഡക്റ്റ് എന്തായിരിക്കും ഇവിടെ? യെസ്, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എസ്റ്റർ അല്ലേ. ഓപ്ഷൻ സി. 32. ഏതെല്ലാം സംയുക്തങ്ങൾ ഹക്കൽ റൂൾ അനുസരിച്ചാണ് അരോമാറ്റിക് ആയിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട്സ് ഹക്കൽ റൂളിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മലയാളം ചെറുതായിട്ട് ടൈപ്പോ എറർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്തായിരിക്കും? 4n+2 പൈ ഇലക്ട്രോൺസ് ഉള്ളവ അല്ലേ. 4n ആണോ? അല്ല. 4n ആണെങ്കിൽ ആൻറ്റി അരോമാറ്റിക് ആയിരിക്കും. ഇനി 2n ഇതല്ല, പ്ലനാരിറ്റി ഉണ്ടാവണം അല്ലേ.
പ്ലനാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? യെസ്, അരോമാറ്റിക് ആവത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ അതുമായി റിലേറ്റഡ് ആണ്. ഏതൊരു സംയുക്തവും അരോമാറ്റിക് ആകാനുള്ള അടിസ്ഥാന വ്യവസ്ഥ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അരോമാറ്റിക് ആകണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം? സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് പൈ സിസ്റ്റം ഉണ്ടായിരിക്കണം, ആൻഡ് വോട്ട് 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടാകണം. ഓക്കെ, പ്രസൻസ് ഓഫ് ഹെറ്ററോ ആറ്റം നിർബന്ധമുണ്ടോ? ഇല്ല അല്ലേ? യെസ്. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ജനറൽ രൂപം എന്താണ്? യെസ്, RMgX ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇയാൾക്ക് നെഗറ്റീവ് ചാർജ്, ഇയാൾക്ക് പോസിറ്റീവ് ആയിരിക്കും. ഇതെന്തായിരിക്കും? പോളാർ കോവാലന്റ് ബോണ്ടാണ് അല്ലേ? പോളാർ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. ഹൈലി പോളാർ കോവാലന്റ് ബോണ്ട് ആയിരിക്കും അല്ലേ? യെസ്. ആൻഡ് ഇവിടെ എന്തായിരിക്കും? യെസ്, ഇവിടെ ഉള്ളത് അയോണിക് ബോണ്ടാണ്. ദിസ് ഈസ് ആക്ച്വലി അയോണിക് ബോണ്ട്. നെക്സ്റ്റ് വൺ, ഗ്രിഗ്നാർഡ് റിയേജന്റ് വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇതൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. RMgX മൈനസ് പ്ലസ് ഇനി എന്തായിരിക്കും? വാട്ടർ HOH- അല്ലേ? വാട്ടറിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്തായിരിക്കും? സിംപ്ലി R മൈനസ് എന്ത് ചെയ്യുന്നു? H+നെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? RH. സോ ദാറ്റ് ഈസ് വോട്ട്? ആൽക്കെയിൻ. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 36, ഫോർമാൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ടു ഗിവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. നോക്കിയേ, ഫോർമാൽഡിഹൈഡ് അല്ലേ? അപ്പോൾ HCHO റിയാക്ട് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX. അപ്പോൾ ഇതെന്തായിരിക്കും? മൈനസ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഇയാൾ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. യെസ്, സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? യു വിൽ ബി ഗെറ്റിംഗ് CH2 ഞാനിവിടെ എഴുതുന്നുണ്ട്. സോ യു വിൽ ബി ഗെറ്റിംഗ് O-MgX അല്ലേ? ഇവിടെ എന്തായിരിക്കും? ആറും ഉണ്ടാകും. ഞാൻ ഫൈനലി ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ H2O ഹൈഡ്രോളൈസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? RCH2OH എന്നുള്ള രീതിയിൽ ഇവിടെ കിട്ടും അല്ലേ? H+ ഇയാൾ അബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്? പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ. ഇനി ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളെ, ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX നോക്കിക്കോളെ, ആൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? പ്രൈമറി ആൽക്കഹോൾ നമുക്ക് കിട്ടും. ഇനി ആൽഡിഹൈഡ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കഹോൾ നമുക്ക് കിട്ടും. ഇനി കീറ്റോൺ ആണെങ്കിലോ? യെസ്, നമുക്ക് ടേഴ്ഷറി ആൽക്കഹോൾ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കീറ്റോൺ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ടേഴ്ഷറി ആൽക്കഹോൾ. അതർ ദാൻ ഫോർമാൽഡിഹൈഡ് എല്ലാ ആൽഡിഹൈഡും എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കഹോൾ. ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ. നെക്സ്റ്റ് വൺ, നൈലോൺ 6,6 ഉണ്ടാകുന്നതിനുള്ള ഏത് മോണോമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെക്സാമെത്തിലീൻ ഡയമൈനും അഡിപ്പിക് ആസിഡും. എന്താണ് ഹെക്സാമെത്തിലീൻ ഡയമൈൻ? ഹെക്സാമെത്തിലീൻ CH2X6 ഹെക്സാമെത്തിലീൻ ഡൈഅമൈൻ അല്ലേ? അതേപോലെ അഡിപ്പിക് ആസിഡ് COH CH2 4COOH. അപ്പോൾ നൈലോൺ 6,6 4 2 6 കാർബൺ, അതേപോലെ ഇവിടെയും 6 കാർബൺ. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി നൈലോൺ 6,6. Now, question number 38, PVC പോളിമറിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പോൾ എന്തായിരിക്കും? വിനൈൽ ക്ലോറൈഡ് അല്ലേ? ദിസ് ഇസ് ആക്ച്വലി വിനൈൽ ക്ലോറൈഡ്. ഇതിനെ പോളിമറൈസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? യെസ്, വി വിൽ ബി ഗെറ്റിംഗ് CH2CH യെസ് ഇങ്ങനെ അല്ലേ? Cl ഇങ്ങനെ. യെസ്, അപ്പോൾ ഇൻ സിമ്പിൾ ടേംസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടീനുകൾ ഏത് തരം ബയോമോളിക്യൂളിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? അമിനോ ആസിഡ്സ് ആണ്. ആൻഡ് അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ വോട്ട്? യെസ്, പെപ്റ്റൈഡ് ബോൺസ്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? യെസ്, ആർ കോൾഡ് വോട്ട്? പോളിപെപ്റ്റൈഡ്സ്. ഏത് തരം ബയോമോളിക്യൂളാണ്? യെസ്, പോളിപെപ്റ്റൈഡ് ആണ്. നൗ 40, DNA ബിൽഡിംഗ് ബ്ലോക്സ് ഏതാണ്? യെസ്, DNA ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഏതൊക്കെയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ? നൈട്രോജീനിയസ് ബേസ് ഉണ്ടാവും അല്ലേ? നൈട്രോജീനിയസ് ബേസ് ഉണ്ടാകും, അതേപോലെ തന്നെ ഷുഗർ ഉണ്ടാകും, ആൻഡ് വി ഹാവ് വോട്ട്? ഫോസ്ഫേറ്റ് ആസ് വെൽ. ഫോസ്ഫേറ്റ്. അപ്പോൾ എന്തായിരിക്കും? ന്യൂക്ലിയോടൈഡ്സ്. 41, എൻസൈംസ് ജനറലി ഫങ്ഷൻ ആസ് വോട്ട്? യെസ്, എൻസൈംസ് എന്താണ്? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ബയോളജിക്കൽ
catalyst. So option B. 42. ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഇവരൊക്കെ എന്താണ്? യെസ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ് അല്ലേ? ഗ്ലൂക്കോസും സ്റ്റാർച്ചും സെല്ലുലോസും ഫ്രക്ടോസും ഒക്കെ എന്താണ്? യെസ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നൗ 43. താഴെ പറയുന്ന സംയുക്ത ജോഡികളിൽ ഏതാണ് ഡയാസ്റ്റീരിയോമസ്? ഡയാസ്റ്റീരിയോമസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഡയാസ്റ്റീരിയോമറിനെയും ഇനാൻഷ്യോമറിനെയും ഐഡൻറ്റിക്കലിനെയും കണ്ടുപിടിക്കാമെന്നുള്ളത്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാ, 2 കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ ഒരു കൈറാൽ കാർബൺ ഡിഫറൻ്റ് ആണെങ്കിൽ, ഒരാൾ സെയിമും മറ്റേയാൾ ഡിഫറൻറ്റും ആണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയാസ്റ്റീരിയോമർ എന്ന് വിളിക്കുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ, RR ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, RR ഇവരെന്താണ്? സെയിം ആണ്, പക്ഷേ ഇയാൾ എന്താണ്? ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും? ഡയാസ്റ്റീരിയോമർ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെയും അതേപോലെ SS ഒരാൾ സെയിം പക്ഷെ മറ്റേയാൾ എന്താണ്? ഡിഫറെൻറ്റ്. ഓക്കെ, ഡയാസ്റ്റീരിയോമസ്. ഇനി ഇനാൻഷ്യോമർ ആണെങ്കിലോ, ഇതാ RR ഉണ്ടെങ്കിൽ 2 പേരും ഡിഫറെൻറ്റ്, അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും? ഇനാൻഷ്യോമർ ആയിരിക്കും. 2 പേരും ഡിഫറെൻ്റ് ആണെങ്കിൽ ഇനാൻഷ്യോമർ. അപ്പോൾ സിംപ്ലി ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും? ഇതാ RR SS രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, RR RS, അപ്പോൾ ഇതെന്തായിരിക്കും? യെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ വരിക, ഓപ്ഷൻ ബി. നൗ 44. നൈലോൺ 6 നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മോണോമർ ഏതാണ്? യെസ്, കാപ്രോലാക്ടം ആണ്. കാപ്രോലാക്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിച്ച് വെക്കുക. നൈലോൺ 6 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൗ 45. ബേക്കലൈറ്റ് എന്നത് ഏത് തരത്തിലുള്ള പോളിമറാണ്? യെസ്, ഏതായിരിക്കും? തെർമോസെറ്റിംഗ് പോളിമറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് ആണ്. ബേക്കലൈറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, തെർമോസെറ്റിംഗ് പോളിമർ. 46. ബ്യൂണ എസ് എന്നത് എന്തിൻ്റെ കോപ്പോളിമറാണ്? എന്തൊക്കെയായിരിക്കും? ബ്യൂട്ടാഡൈനും അതേപോലെ യെസ് സ്റ്റൈറീൻ, ദാറ്റ് ഈസ് ബ്യൂണ എസ്. ബ്യൂണ എസ്. ഇനി ബ്യൂട്ടാഡൈനും അക്രിലോ നൈട്രൈലുമാണെങ്കിലോ? അക്രിലോ നൈട്രൈലുമാണെങ്കിൽ യെസ്, ദാറ്റ് ഈസ് ബ്യൂണ എൻ ആയിരിക്കും അല്ലേ? ബ്യൂണ എൻ. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി. 47. ടെഫ്ലോൺ എന്ന പോളിമറിൻ്റെ പ്രധാന ഗുണം എന്താണ്? എന്തായിരിക്കും? യെസ്, നോൺ സ്റ്റിക്ക് നേച്ചർ ആയിരിക്കും അല്ലേ? നോൺ സ്റ്റിക്കിലൊക്കെ, നോൺ സ്റ്റിക്ക് നമ്മളെ കുക്ക് വേസിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? യെസ്, ടെഫ്ലോൺ ആണ് അല്ലേ? ടെഫ്ലോൺ എന്ന് പറയുന്നത് PTFE, പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ ആണ് അല്ലേ? പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 48. വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി വാട്ടർ സോല്യൂബിൾ. ഇനി 49. വൈറ്റമിൻ ഡിയുടെ കുറവാൽ സംഭവിക്കുന്ന രോഗം എന്താണ്? റിക്കറ്റ്സ് അല്ലേ? കുട്ടികളിൽ ബോൺസ് എന്താവും? യെസ്, വീക്ക് ആവുന്ന രോഗമാണ് അല്ലേ? വീക്ക് ആൻഡ് സോഫ്റ്റ് ആകും. ഇതിനെയാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് വിളിക്കുന്നത്. നൗ ഫൈനൽ ക്വസ്റ്റ്യൻ. എണ്ണയിൽ ദ്രവ്യമായിട്ടുള്ള ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് നിങ്ങൾക്ക് അറിയണം. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്, വൈറ്റമിൻ A, D, E, K ഇവരൊക്കെ എന്താണ്? യെസ്, ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന? യെസ്, വൈറ്റമിൻ K. വൈറ്റമിൻ B കോംപ്ലക്സ് ഒക്കെ എന്തായിരിക്കും? ഫാറ്റ് ഇൻസോല്യൂബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടർ സോല്യൂബിൾ ആയിരിക്കും. വൈറ്റമിൻ C വാട്ടർ സോല്യൂബിൾ. അപ്പോൾ ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെഷനിൽ നിങ്ങൾക്ക് ഏത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.